മഡഗാസ്കർ മൂവി സീരീസിൽ 2005 ക്രിസ്മസ് സ്പെഷ്യലായി പുറത്തിറങ്ങിയ ഒരു കൊച്ചു ഷോർട്ട് ഫിലിമാണ് ദി മഡഗാസ്കർ പെൻഗ്വിൻസ് ഇൻ എ ക്രിസ്മസ് കേപ്പേൾ. പിന്നെ ഈ കഥ നടക്കുന്നത് അലക്സും കൂട്ടരുമൊക്കെ സൂയിൽ നിന്ന് ചാടുന്നതിന് മുന്നെയാണ്. ഫിലിമിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ക്രിസ്മസ് രാത്രി പ്രൈവറ്റ് എന്ന മണ്ടനായ പെൻഗ്വിൻ ഒരു സ്നോമാന്റെ ഉള്ളിലിരുന്ന് സൂയിലുള്ള മൃഗങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുകയാണ്. അന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാ മൃഗങ്ങളും നല്ല സന്തോഷത്തിൽ ആടിയും പാടിയും എൻജോയ് ചെയ്യുകയാണ്. പക്ഷെ ഒരു കരടി മാത്രം സങ്കടപ്പെട്ട് ഇരിക്കുന്നത് കണ്ട് പ്രൈവറ്റിനാകെ സങ്കടമാവുകയും അവൻ എന്തിനായിരിക്കും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നും കരുതുന്നു. ഈ സമയം ക്യാപ്റ്റൻ സ്കിപ്പർ ആണെങ്കിൽ റീക്കോയോട് അവിടെയുള്ള ഐസ് പെട്ടെന്നൊരു ക്രിസ്മസ് ട്രീ ആക്കാൻ പറഞ്ഞതും അതുപോലെ ചെയ്യുകയും കിപ്പർ അതോടെ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി കൊവാസ്കിയോട് പാട്ടിടാനും പറയുന്നു. ഇതിനിടെ പ്രൈവറ്റ് ആണെങ്കിൽ കിപ്പറിന്റെ അടുത്തേക്ക് എന്ന് കാര്യം പറയാൻ നോക്കുന്നുണ്ടെങ്കിലും കിപ്പർ അതൊന്നും കേൾക്കുന്നില്ല. ഇതോടെ ഒരുപാട് തവണ വിളിക്കുകയും കാര്യം പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. നമ്മുടെ സൂയിലുള്ള എല്ലാവരും ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷത്തിലാണ്. പക്ഷെ ഒരു കരടി മാത്രം വളരെയധികം സങ്കടത്തിലാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്ത് അവനെ ഹാപ്പി ആക്കിയാലോ എന്ന് പ്രൈവറ്റ് ചോദിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് 4 പേർക്കുള്ള ഗിഫ്റ്റ് മാത്രമേ ഉള്ളൂ എന്നും കൊവാസ്കി പറയുന്നു. എന്നാൽ നമുക്ക് പുറത്തു പോയി എന്തെങ്കിലും കണ്ടുപിടിച്ച് അവന് കൊടുത്താലോ എന്ന് പ്രൈവറ്റ് പറയുമെങ്കിലും അതൊന്നും വേണ്ട എന്ന് കിപ്പർ പറയുകയും അവര് എൻജോയ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷേ പ്രൈവറ്റിന് അവിടെ നിന്നും പൈസ കിട്ടിയതും അവര് കാണാതെ പ്രൈവറ്റ് അവിടെയുള്ള ഒരു മാളത്തിലൂടെ അങ്ങ് പൊക്കളയുന്നു. അങ്ങനെ അല്പസമയം കഴിഞ്ഞതും പ്രൈവറ്റിനെ അവിടെ കാണാത്തോണ്ട് പ്രൈവറ്റ് മിസ്സിംഗ് ആണെന്ന് കിപ്പർ പറയുകയും അവനെ അന്വേഷിച്ച് അവരും പോവാൻ റെഡിയാവുന്നു. ഈ സമയം പ്രൈവറ്റ് ആണെങ്കിൽ സൂയിൽ നിന്നൊക്കെ പുറത്തെയാടി ഗിഫ്റ്റ് അന്വേഷിച്ച് പോവുകയും ഒടുവിൽ അവിടെ ചെറിയ ക്രിസ്മസ് ട്രീ കണ്ടതും ഇത് കറക്റ്റ് ആയിരിക്കുമെന്നും പറയുന്നു. ഈ സമയം സ്കിപ്പറും പിള്ളേരും പുറത്തേക്ക് വരികയും അവര് മണത്തും ബൈനോക്കുലറൊക്കെ വെച്ച് പ്രൈവറ്റിനെ കണ്ടുപിടിക്കുകയും ചെയ്യും. നോക്കുമ്പോ ഒരു അമ്മൂമ്മ പ്രൈവറ്റ് ഒരു പാവയാണെന്ന് കരുതി അതിനെ മേടിക്കാൻ നോക്കുകയാണ്. ഇത് കണ്ട കിപ്പറും ടീമും വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങുകയും അവന്റെ അടുത്തെത്തിയതും വീണ്ടും അവനെ നിരീക്ഷിക്കാനും തുടങ്ങും. അപ്പോഴേക്കും അവിടെയുള്ള അമ്മൂമ്മ അവനെ മേടിക്കുകയും ഒരു ടാക്സി വിളിച്ച് അതിലേക്ക് കയറുകയും ചെയ്യുന്നു. ഇതോടെ കിപ്പർ കൊവാസ്കിയോട് സാധനം എടുക്കാൻ പറഞ്ഞതും വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ അടപ്പിങ്ങി എടുക്കുകയും അതിൽ കയറി നിന്ന് ടാക്സിക്ക് കുടുക്കിട്ട് കൂടെ തന്നെ പോവുകയും ടാക്സി നിർത്തിയതും അവര് ഊരി സ്റ്റൈലിഷ് ആങ്ങ് നിൽക്കുന്നു. അങ്ങനെ അമ്മൂമ്മ ഫ്ലാറ്റിലേക്ക് എത്തിയതും അവിടെയുള്ള സെക്യൂരിറ്റിയൊക്കെ അടിച്ചു കളഞ്ഞങ്ങ് ഉള്ളിലേക്ക് പോകുന്നു. ഇത് കണ്ട അവരാണെങ്കിൽ അവനെ പെട്ടെന്ന് രക്ഷിക്കണം, അമ്മൂമ്മ കുറച്ച് പ്രശ്നക്കാരിയാണെന്നും പറയുന്നു. അങ്ങനെ സെക്യൂരിറ്റിയെ വെട്ടിച്ച് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി മഞ്ഞ് വെച്ചുണ്ടാക്കിയ നോമാനുമായി സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് പോവുകയും ഇത് വേഷം കെട്ടി വന്ന മനുഷ്യനാണെന്ന് കരുതി അയാൾ അവരെ ഉള്ളിലേക്ക് കയറ്റുകയും ചെയ്യും. ഇതോടെ അമ്മൂമ്മ ലിഫ്റ്റിലേക്ക് കയറിയത് കണ്ട് അവരും ഓടിക്കയറാൻ നോക്കിയതും അപ്പോഴേക്ക് ലിഫ്റ്റ് പൂട്ടി അവിടെ ഇടിച്ച് അവരുടെ സ്നോമാൻ പൊട്ടിപ്പോകുന്നു. അങ്ങനെ അമ്മൂമ്മ 13ാം നിലയിലേക്കാണ് പോയതെന്ന് കിപ്പറിന് മനസ്സിലായതും ഫ്ളാറ്റിലെ കത്തൊക്കെ ഇടുന്ന പൈപ്പിലൂടെ മുകളിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോഴേക്ക് മറ്റവൻ ഒരു വാക്വം ക്ലീനറോടെ സംഘടിപ്പിച്ചതോടെ അത് സ്വിച്ചിട്ട് അതിലേക്ക് കുത്തുകയും അതിന്റെ കാറ്റ് കൊണ്ട് അതിലൂടെ കയറി മുകളിലേക്ക് അങ്ങ് പോവുകയും സ്റ്റൈലിഷ് ആകെ ഇറങ്ങുകയും ചെയ്യും. പക്ഷേ അവര് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അമ്മൂമ്മ വാതിലടച്ച് റൂമിലേക്ക് കയറിയിരിക്കുന്നു. അതുകൊണ്ട് റീക്കോ ആണെങ്കിൽ നമുക്ക് ഡൈനമൈറ്റ് വെച്ച് പൊട്ടിച്ചാലോ എന്ന് ചോദിക്കുമെങ്കിലും ഇപ്പോ അതൊന്നും വേണ്ട എന്ന് കിപ്പറും പറയുന്നു. അമ്മൂമ്മയാണെങ്കിൽ പ്രൈവറ്റിനെ ഗിഫ്റ്റ് ഒക്കെ ആക്കി കെട്ടി അവരുടെ മകന് ഗിഫ്റ്റ് കൊടുക്കാനായി അവിടെയുള്ള ഒരു സാധനത്തിൽ ഇട്ടുവെക്കുന്നു. അവർക്കാണെങ്കിൽ ഒരു പട്ടിയുണ്ട്. അതാണെങ്കിൽ വളരെ സ്നേഹത്തോടെയാണ് അമ്മൂമ്മയോട് പെരുമാറുന്നത്. പക്ഷേ അമ്മൂമ്മ അങ്ങ് മാറിയതും അവിടെയുള്ളതൊക്കെ കാണിച്ച് കീറിയതിനു ശേഷം പ്രൈവറ്റിനെ കടിക്കാൻ ശ്രമിക്കുന്നു. നല്ല ഡോഗല്ലേ ചുച്ചുടൂ എന്നൊക്കെ പ്രൈവറ്റ് പറയുന്നുണ്ടെങ്കിലും അവനെ തൂക്കിയിട്ട ബോക്സിന് കടിച്ച് അവനെ കടിക്കാറായതും മാസ് എൻട്രിയോടെ കിപ്പറും കൂട്ടരും അങ്ങോട്ടേക്ക് എത്തുന്നു. ഇത് കണ്ട പ്രൈവറ്റിനാകെ സന്തോഷമായതും പട്ടി അവനെ ഇട്ടുവെച്ച സോക്സിൽ കടിച്ചങ്ങ് വിടുകയും അവൻ പറന്ന് ക്രിസ്മസ് ട്രീയുടെ മേളിൽ തൂങ്ങി അങ്ങ് നിൽക്കുന്നു. ഇപ്പോ പട്ടിയാണെങ്കിൽ കിപ്പറിന് നേരെ തിരിഞ്ഞതും റീക്കോ അവിടെയുള്ള മിഠായി മുഴുവൻ അങ്ങ് കഴിക്കുകയും അവനെ വെച്ച് കിപ്പർ വെടിവെക്കാനും തുടങ്ങും. അല്പസമയം കഴിഞ്ഞതും വെടിയങ്ങ് തീർന്നതും പട്ടി വീണ്ടും അവരുടെ നേർക്ക് വരുന്നത് കണ്ട് കിപ്പർ ഉൾപ്പെടെ എല്ലാവരും ക്രിസ്മസ് ട്രീയുടെ മുകളിലേക്ക് കയറുന്നു. പട്ടിയാണെങ്കിൽ ക്രിസ്മസ് ട്രീയുടെ ലൈറ്റൊക്കെ കാടിച്ച് വലിക്കാൻ തുടങ്ങിയതും അതിന്റെ മേലെയുള്ള ബോളൊക്കെ എടുത്ത് തുരുതുര എറിയുകയും അതോടെ പട്ടി അങ്ങ് വയറ് വിട്ടതും മേളിലുള്ള പ്രൈവറ്റ് പറന്ന് അടുക്കളയിലേക്ക് പോയി മൊത്തം സാധനവും തട്ടി അങ്ങ് വീഴുന്നു. ഇപ്പോ അവനൊരു ചിക്കന്റെ ഉള്ളിൽ പെട്ടിരിക്കുകയാണ്. പട്ടിയാണെങ്കിൽ അവനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും കിപ്പറും ടീമും പ്ലാന് തയ്യാറാക്കുകയും കിപ്പർ താഴേക്ക് ഇറങ്ങി പട്ടിയോട് അവനെ കടിക്കാൻ വരാൻ പറയും. അങ്ങനെ പട്ടി അത് കണ്ടതും കിപ്പറിന് നേരെ കടിക്കാൻ വരികയും തൊട്ടടുത്ത് എത്തിയതും കിപ്പർ ചാടി അവന്റെ തലയിൽ അതങ്ങ് ലോക്ക് ചെയ്യുകയും അവൻ ഓടി മറ്റവരുടെ റിബണിലേക്ക് തട്ടിയതും അതിൽ നിന്ന് തെറിച്ച് ക്രിസ്മസ് ട്രീന്റെ മേലേക്ക് പോയി അതിൽ നിന്നും പറന്ന് പ്രൈവറ്റിനെ ഇട്ടുവെച്ച സാധനത്തിലേക്ക് അങ്ങ് വീഴുന്നു. എല്ലാം കഴിഞ്ഞ സന്തോഷത്തിൽ പെൻഗ്വിൻസ് അവിടെ നിന്നും പോകുമ്പോ കിപ്പർ ഡൈനമൈറ്റ് വെച്ച് അവിടെ മൊത്തം അങ്ങ് പൊട്ടിക്കാൻ പറഞ്ഞതും റീക്കോ അതുപോലെ ചെയ്യുകയും അവര് അവിടെ നിന്നും അങ്ങ് പോവുകയും ചെയ്യും. അമ്മൂമ്മയാണെങ്കിൽ ഇതൊക്കെ ചെയ്തത് പട്ടിയാണെന്ന് കരുതി അവനോട്
ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പെൻഗിൻസ് ആണെങ്കിൽ സൂയിലേക്ക് തിരിച്ചെത്തിയതും കിപ്പർ പ്രൈവറ്റിനോട് നമ്മൾ പെൻഗിൻസ് ഒരിക്കലും തനിച്ചു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയും പ്രത്യേകിച്ച് ക്രിസ്മസിന് ആരും തനിച്ചു പോകത്തില്ല എന്നും പറയുന്നു. പക്ഷേ ഞാൻ തനിച്ചു പോകാൻ കാരണം ആ കരടി മാത്രം വളരെയധികം സങ്കടത്തിലായതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് അവനോടൊപ്പം ചേർന്ന് അവനെ സന്തോഷിപ്പിച്ചാലോ എന്ന് പ്രൈവറ്റ് പറഞ്ഞതും കിപ്പർ അതിന് സമ്മതിക്കുന്നു. ഇപ്പോ അവനോടൊപ്പം ചേർന്ന് അവര് വളരെയധികം എൻജോയ് ചെയ്യുകയാണ്. കരടിയാണെങ്കിൽ ഞാൻ ഇത്രയും നല്ല ക്രിസ്മസ് ഇതുവരെ ആഘോഷിച്ചിട്ടില്ല എന്നും പറയുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ബെല്ല് കേട്ടതും അതാരാന്ന് സ്കിപ്പർ ചോദിക്കുന്നു. ഓ, ഞാൻ ഈ സൂയിലെ എല്ലാരെയും പാർട്ടിക്ക് വിളിച്ചായിരുന്നു, അവരായിരിക്കുമെന്നും പറയുന്നു. അങ്ങനെ അലക്സ് ഉൾപ്പെടെ സൂയിലെ എല്ലാരും ചേർന്ന് ആ ഒരു ക്രിസ്മസ് രാത്രി ആഘോഷിക്കുകയും ഈ ഷോർട്ട് ഫിലിം ഇവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കൊച്ചു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏത് വീഡിയോ ഇട്ടാലും കോപ്പിറൈറ്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്കും ഹൈപ്പൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ആർ.